കൊണ്ടോട്ടിയിൽ ശക്തമായ കാറ്റിലും മഴയിലും വൻ കൃഷിനാശം. ഓണത്തിന് വിളവെടുക്കാനായി നിർത്തിയ വാഴകൾ ഒന്നടങ്കം കാറ്റിൽ ഒടിഞ്ഞു വീണു. പുലച്ച 800-ലധികം വാഴകളാണ് കാറ്റിൽ കടപുഴകിയും ഒടിഞ്ഞും വീണത്. 12 കിലോ മുതൽ 17 കിലോ വരെയുള്ള കായ മൂപ്പെത്തു മുൻപേ ഒടിഞ്ഞു വീണതിനാൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കൊണ്ടോട്ടി നെടിയിരുപ്പിലെ ചിറയിൽ കൊളകണ്ടം പാടത്താണ് ഓണത്തിന് വിളവെടുക്കാനായി നിർത്തിയ വാഴകൾ ഒന്നടങ്കം അപ്രതീക്ഷിതമായി എത്തിയ കാറ്റിൽ ഒടിഞ്ഞു വീണത്. ചിങ്ങൻ അബ്ദുൽ മജീദും പടിഞ്ഞാറെ വീട്ടിൽ അയ്യപ്പനും ചേർന്ന് കൃഷി ചെയ്ത 800-ലധികം വാഴകളാണ് കാറ്റിൽ കടപുഴകിയും ഒടിഞ്ഞും വീണത്. ഓണം പ്രമാണിച്ചുള്ള ഉണ്ടാക്കിയ വാഴയിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് 300 മീറ്റർ അകലത്തുനിന്ന് വെള്ളം കൊണ്ടുവന്ന് നനച്ചുണ്ടാക്കിയ കൃഷിയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ കഷ്ടപ്പാടിലാണ്. ലോൺ എടുത്ത് കണ്ടാണ് ഈ കൃഷി ഉണ്ടാക്കിയത്. പിന്നെ എന്താ ചെയ്ത് നമ്മളെ സ്ഥലമല്ല, പാട്ടത്തിന് വാങ്ങിയുണ്ടാക്കിയ സ്ഥലങ്ങളാണ്. ഇതിന് പാട്ടക്കൂലി കൊടുക്കാൻ ഇപ്പോൾ ഇത് കിട്ടൂല. ഇതിന്ന് ഒരു കഷ്ണം പോലും നമുക്ക് ഇതിൽ നിന്ന് കിട്ടൂല. അത്രയും വിഷമത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. 5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. പ്രദേശത്ത് കഴിഞ്ഞ ദിവസം മുതൽ ശക്തമായ കാറ്റും മഴയുമാണ്. 12 കിലോ മുതൽ 17 കിലോ വരെയുള്ള നല്ല വിളവാണ് ഇപ്രാവശ്യം ഉണ്ടായതെങ്കിലും കായ മൂപ്പെത്തു മുൻപേ ഒടിഞ്ഞു വീണതിനാൽ വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. 2 ബാങ്കുകളിൽ നിന്നായി ലോൺ എടുത്താണ് അബ്ദുൽ മജീദും അയ്യപ്പനും പാട്ടത്തിനടുത്ത സ്ഥലത്ത് കൃഷി ഇറക്കിയത്. കടുത്ത വേനലിൽ ദൂരത്തു നിന്നും വെള്ളം കൊണ്ടുവന്ന് നനച്ചാണ് കൃഷി പരിപാലിച്ചിരുന്നത്. 63 വയസ്സുകാരനായ അയ്യപ്പന് ചെറുപ്പകാലം മുതലേ കൃഷിയാണ് ഉപജീവന മാർഗം. ഓണവിപണിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ വാഴയാണ്. 1000-ഓളം വാഴ ഉണ്ടായിരുന്നു. അത് ഇന്നലത്തെ കാറ്റിലും മഴയിലും ഒരു 600-700 വാഴ ഒറ്റയടിക്ക് തകർന്ന് എന്നാണ് തോന്നുന്നത്. എത്ര എണ്ണം കിട്ടാൻ കഴിയണില്ല. അത്രത്തോളം അത് ഒരു വിഷമത്തിലാണ് ഇപ്പോൾ തകർന്ന് കിടക്കുന്നത് കാണുമ്പോൾ. അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതിലാണ്. എന്താ പറയുക, ഞങ്ങൾ ലോണും മറ്റും മറിച്ചൊക്കെ എടുത്ത് ചെയ്ത കൃഷിയാണിത്. അപ്പോൾ എന്താണ് ഇതെന്താണെന്നാലും ഇന്നലത്തെ കാറ്റിലും മഴയത്തും ഉണ്ടായ സംഭവമാണ്. ഇത്രത്തോളം ഭയങ്കര നഷ്ടമാണ്. സങ്കടം സഹിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. വാഴയ്ക്ക് ഇൻഷുറൻസ് ഉണ്ടെന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് ചെറിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. കേരള വിഷൻ, കൊണ്ടോട്ടി.